കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ പപ്പടം കാച്ചണം, ചോറുണ്ണണം. അപ്പോൾ ഇന്നത്തെ മെനു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ്. ഈ ചെമ്മീൻ കറി ഉണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ ചേച്ചിമാരെ സത്യമായിട്ടും നമ്മളൊരു പാറച്ചോറ് ഒറ്റയടിക്കിരുന്ന് കഴിക്കുന്നേ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കണം. അതിന് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, പട്ട, ഗ്രാമ്പു, വറ്റൽമുളക്, കുരുമുളക്, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇതത്രയും നല്ല പേസ്റ്റായി അരച്ച് വെക്കുക. പിന്നെ നമുക്ക് സവോളയും തക്കാളിയും അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പിലയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മസാലകളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി എടുത്തിട്ടുണ്ട്. കറി വയ്ക്കാൻ ആവശ്യമായ ചെമ്മീൻ. നല്ല മൺചട്ടി വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം സവോള നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒരു കണ്ണാടി പോലെ, മാം എപ്പോഴും പറയും കണ്ണാടി പോലെ, പിന്നെ ട്രാൻസ്പെറൻ്റ് ആവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പുള്ളി. അപ്പോൾ കണ്ണാടി പോലെ ആവണം. അന്നുവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ അരപ്പ് ചേർക്കാൻ ടൈമായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അരപ്പ്. മുളക്, വറ്റൽമുളക്, പച്ചമുളക്, ഗ്രാമ്പൂ, പട്ട. ഞാൻ ആദ്യം പറഞ്ഞ ആ കൂട്ടുണ്ടല്ലോ, അതെല്ലാം അരച്ച് വെച്ച പേസ്റ്റാണ്. അത് ഞാൻ ഇതിലേക്ക് തട്ടാൻ പോവാണേ. ഓക്കെ, അപ്പോൾ ഇത് എത്ര നേരം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ തെളിയണം, അതുപോലെ തന്നെ അരപ്പൊന്ന് വറ്റണം. അതായത് വെള്ളം വറ്റി എണ്ണ തെളിയുന്ന പാകമാണ് നമുക്ക് അടുത്ത് ചേർക്കാനുള്ളത് കേട്ടോ. ഇതിപ്പോൾ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് കൂട്ടി ചേർക്കാം. അപ്പോൾ ഇനി പൊടികൾ ചേർക്കാം. പൊടികൾ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാലകളൊക്കെ പച്ചമണം ഒന്ന് വിട്ടിട്ടുണ്ട്. ഇനി കരിയുന്നതിന് മുന്നേ നമുക്ക് തക്കാളി ചേർക്കാം കേട്ടോ. ഇതും ഒന്ന് ഉടഞ്ഞു വരണം, തക്കാളി ഒന്ന് വെന്ത് തുടങ്ങണം. നമുക്ക് തക്കാളി ഒന്ന് വേകുന്ന വരെ ഒന്ന് അടച്ച് വെക്കാം. തുറന്ന് കഴിഞ്ഞ് തക്കാളി നല്ലപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തോളാം കേട്ടോ. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് ഉപ്പ് ഇടേണ്ട സ്റ്റേജാണ്. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് നല്ല ഗ്രേവി ആയിട്ടും അതുപോലെ തന്നെ സെമി ഗ്രേവി ആയിട്ടും നമുക്ക് ആക്കാം കേട്ടോ. തിക്കായിട്ട് വേണ്ടവർക്ക് തിക്കായിട്ട്, അല്ലെങ്കിൽ ഗ്രേവി ആയിട്ടും ഉണ്ടാക്കാം. അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇടാൻ പോവാണ് കേട്ടോ. വേവാനുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. സെമി ഗ്രേവി ആയിട്ടാണെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. വെള്ളം നന്നായി ഒഴിച്ചു കൂട്ടാനായിട്ടാണെങ്കിൽ വെള്ളം അതനുസരിച്ച് ചേർത്തോളൂ. പാകത്തിന് വെള്ളം ഒഴിച്ചു, കറിവേപ്പിലിട്ടു. ഇനി നമ്മൾ നന്നായിട്ട് അടച്ച് വെക്കുക, നന്നായിട്ട് തിളപ്പിക്കുക.
നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഓൾ എന്നുള്ള ബട്ടൺ ഒന്ന് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന കുക്കിംഗ് വീഡിയോസും അല്ലാത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഓൺ ടൈമിൽ നോട്ടിഫിക്കേഷൻ വരും. അതുമാത്രമല്ല, ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്നോ എന്തെങ്കിലുമൊക്കെ ഒരു കമൻസ് ഇടണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.